തിരുവനന്തപുരം മൺവിളയിൽ വളർത്തു നായകൾ വിദ്യാർത്ഥിനിയെ കടിച്ചുകീറി. മൺവിള സ്വദേശി മനോജിന്റെ മകളും +2 വിദ്യാർത്ഥിയുമായ അന്ന മരിയയ്ക്ക് നേരെയാണ് ബെൽജിയം മാൽനോയ്സ് ഇനത്തിൽപ്പെട്ട 2 നായ്ക്കളുടെ ആക്രമണമുണ്ടായത്. ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ നിലയിലായിരുന്നു ആ മുറിവുകൾ. സംഭവത്തിൽ ശ്രീകാര്യം പോലീസിൽ കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പട്ടി എൻ്റെ മുമ്പിൽ വന്നിരുന്നത് നമ്മുടെ 2 പട്ടിയും ചത്തുപോയി. ആരും പ്രശ്നമില്ല, ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ സത്യമായിട്ടും പട്ടി എൻ്റെ മുമ്പിൽ വന്നിരുന്നത് നമ്മുടെ 2 പട്ടിയും ചത്തുപോയി. ആരും പ്രശ്നമില്ല, ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ സത്യമായിട്ടും പട്ടി എൻ്റെ മുമ്പിൽ വന്നിരുന്നത് നമ്മുടെ 2 പട്ടിയും ചത്തുപോയി. ആരും പ്രശ്നമില്ല, ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല. മൺവിള സ്വദേശിയായ മനോജിന്റെ മകളും +2 വിദ്യാർത്ഥിയുമായ അന്ന മരിയയ്ക്ക് നേരെയാണ് ഈ ബെൽജിയം മാൽനോയ്സ് ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. നിങ്ങളിപ്പോൾ കാണുന്നത് ആ പരിക്കാണ്. എത്രത്തോളം ഗുരുതരമാണ് അത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ നിലയിലായിരുന്നു ആ മുറിവുകൾ ഉണ്ടായിരുന്നത്. അത്രത്തോളം ആക്രമണമാണ് നായ്ക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശ്രീകാര്യം പോലീസിൽ കുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മൺവിളയിലാണ് ഈ സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന്, ആ മുറിവിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? വീട്ടിൽ വളർത്തുന്ന നായകളാണ്. ഇതെങ്ങനെയാണ് പുറത്തേക്ക് എത്തിയത്? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. സ്കൂളിൽ നിന്ന് കുട്ടി മടങ്ങി വരികയായിരുന്നു. +2 വിദ്യാർത്ഥിനിയാണ്. ഈ സമയത്താണ് ഈ കുട്ടി നടന്നു വരുന്ന വഴിക്ക് സമീപമുള്ള വീട്ടിൽ നിന്ന് 2 നായ്ക്കൾ പുറത്തേക്ക് വന്നത്. ബെൽജിയം മാൽനോയ്സ് ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ്. അപകടകാരികളായ നായ്ക്കളാണ്. സേനാ വിഭാഗങ്ങളൊക്കെയാണ് സാധാരണ നിലയിൽ ഇത്തരം നായ്ക്കളെ ഉപയോഗിക്കുന്നത്. ഇവർക്ക് നമ്മളിപ്പോൾ ശ്രീകാര്യം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഇത്തരം പട്ടികളെ വളർത്തുന്നതിന് ലൈസൻസ് വേണം എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും രാജ്യത്ത് അടുത്തിടെ കുറേ അധികം ഇനത്തിലുള്ള നായ്ക്കളെ നിരോധിച്ചിരുന്നു. അക്രമകാരികളായ നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നതിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തി അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഉത്തരവ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരുന്നു. ആ ഇനത്തിലുള്ളതാണോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഇതിന് ലൈസൻസ് വേണം എന്നത് നിർബന്ധമായ കാര്യമാണ്. വീട്ടുകാർക്ക് ഇതിൽ ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തെരുവ് നായ വിഷയത്തിൽ വരുന്ന പരാമർശങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. വളരെയധികം പരിഹസിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം ആക്രമണങ്ങളിൽ സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളോ എടുക്കുന്ന നടപടികളെ കളിയാക്കിക്കൊണ്ടുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ വളർത്തു നായ്ക്കളാണ്. മാത്രമല്ല, ഇത്രയും അപകടകാരികളായ നായ്ക്കളെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിന് പുറത്തേക്ക്, കോമ്പൗണ്ടിന് പുറത്തേക്ക് വന്ന് ഒരു 12ാം ക്ലാസ്സുകാരിയെ കടിച്ചു കീറുന്ന നിലയിലേക്ക് ഈ സംഭവം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ രീതിയിലാണ്. കാരണം കുട്ടിയുടെ പിതാവ് മനോജ് പറയുന്നത് ഈ കുട്ടി തന്നെ കണ്ടുവെന്നാണ്. തൻ്റെ മാംസം പട്ടിയുടെ വായിലിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ശരി വിനോദ്, അത് നമുക്ക് കേൾക്കുമ്പോൾ പോലും അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ മനോജ് തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മനോജ്, ഞങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി അനുഭവിച്ചത്, മകൾ അനുഭവിച്ചത് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. എന്തായിരുന്നു സംഭവം എന്ന് വിശദീകരിക്കാമോ? ഓക്കെ മാഡം, ഇന്നലെ എൻ്റെ മോള് സ്കൂൾ കഴിഞ്ഞിട്ട് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിന്റെ പുറത്തിറങ്ങി ഏകദേശം 100 മീറ്ററോളം യാത്ര ചെയ്തപ്പോഴത്തേക്കും 2 പട്ടികൾ, അതായത് ബെൽജിയം മാൽനോയ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക യൂസ് ചെയ്ത ആ പട്ടി, ആ ഇനത്തിലുള്ള 2 പട്ടികൾ എന്റെ മോളെ അറ്റാക്ക് ചെയ്യായിരുന്നു. ഏറ്റവും അവസാനം എന്റെ മോള് മറിഞ്ഞു വീണു. അതിലൊരു പട്ടി മോളുടെ കഴുത്തി കടിക്കാൻ പോയി, മോളത് തട്ടി മാറ്റി. 2ാമത്തെ പട്ടി മോളുടെ കാലിന്റെ മടക്കിലും മുട്ടിലുമായിട്ട് കടിച്ച് മുഴുവൻ പല്ലും അകത്ത് കയറി. അപ്പം അവള് കമന്ന് വീണ് കിടക്കല്ലേ. ഏറ്റവും അവസാനം അവൾക്ക് മനസ്സിലായി അവൾക്ക് തിരിച്ച് പ്രതിരോധിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഏറ്റവും അവസാനം ആ പട്ടിയുടെ മൂക്കിൽ പിടിക്കുകയും ആ പല്ല് വലിച്ചിളക്കുകയും ചെയ്തപ്പോൾ അവൾ കണ്ടത് അവളുടെ ശരീരത്തിലെ ഇറച്ചി ആ പട്ടിയുടെ വായിൽ ഇങ്ങനെ പല്ലിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അവൾ കണ്ടു. എന്റെ മോള് പിന്നെ അത്യാവശ്യം ബോൾഡായിട്ടൊരു കുട്ടി ആയതുകൊണ്ടാണ് അവൾ തകർന്നു പോകാതിരുന്നത്. അതുകൂടാതെ ഇന്ന് രാവിലെ അപ്പൊ അത് കഴിഞ്ഞ അവിടെ ആൾക്കാർ ഓടിക്കൂടുകയും പട്ടി അടിക്കുകയും ചെയ്യും. എന്നിട്ടും പട്ടി കടി വിടുന്നില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണ് മോള് തന്നെ വലിച്ചു ഊരിയത്. ഇതിനുശേഷം അടുത്തുള്ള വീട്ടുകാരോ ഒരു ഡ്രസ്സ് കൊടുത്തു. ആ ഡ്രസ്സിലാണ് ഞങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. അപ്പോഴാണ് ഞങ്ങൾ സ്കൂൾ ആ വഴിയിലെത്തിയത്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഡ്രസ്സ് ഒന്ന് തുറന്നു നോക്കി. കാര്യം ഇന്നലെ രാത്രി ഞങ്ങൾ
മോളുടെ കൂടെയായിരുന്നു. ഏകദേശം രാവിലെ ഒരു 4 മണി വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോൾക്ക് കിടക്കാൻ പറ്റൂല, കാര്യം കാലിന്റെ മടക്കായതുകൊണ്ട്. അപ്പോൾ അവൾ ഇരുന്നാണ് ഉറങ്ങിയത്. ഇതുവരെയ്ക്കും അവൾ കിടന്നിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ ഡ്രസ്സ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മോളുടെ ഇറച്ചിയിരിക്കുന്നു, മോളുടെ കാലിന്റെ ഇറച്ചിയായിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഇന്നലെ രാത്രി ഈ പട്ടിയുടെ ഓണേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, കാരണം ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആളാണല്ലോ, അപ്പൊ വീട്ടിൽ വരുന്ന ആൾ അതിഥി പോലെ തന്നെയാണ്. വീട്ടിൽ വരുന്ന ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടിയെ ഒന്ന് കാണണം. കുട്ടിയെ കണ്ടതിന് ശേഷം അവള് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ ഞങ്ങളുടെ പട്ടിയെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല, പ്രാർത്ഥിക്കാനുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഞങ്ങളുടെ കയ്യിലില്ല. മനോജ്, ഈ നടന്ന സമയത്ത് ഈ ആക്രമിച്ച സമയത്ത് എങ്ങനെയാണ് ഈ പട്ടി ഗേറ്റ് തുറന്നു വരിക? അത് കെട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ. അത് അവർ കെട്ടിയിടാറില്ല എന്നാണ് അറിഞ്ഞത്. അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പറഞ്ഞത് അവരും ഓൾറെഡി ഇത് പണ്ടേ കംപ്ലൈന്റ് ആയതാണ്, ഈ പട്ടി അവർ കെട്ടിയിടാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് പട്ടികൾ. ഈ പട്ടി ആദ്യമായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇത്രയും ഭയങ്കര. ഇവര് രാത്രി 11 മണിക്ക് ശേഷം സാധാരണ പട്ടിയെ കൊണ്ട് വാക്കിന് ഇറങ്ങാറുണ്ട് എന്ന് ഇന്നലെ ഓണർ പറഞ്ഞു. അല്ലാതെ ഈ പട്ടി ആൾക്കാരെ കില്ലിംഗ് ഡോഗാണ്. അപ്പം ഞാൻ സ്വകാര്യം പോലീസ് സ്റ്റേഷനിൽ ഇതിന് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവരെനിക്കൊരു റെസീപ്റ്റ് തന്നു. FIR ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരും അവിടുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പട്ടിയെ നോർമലി വളർത്തുന്ന ആൾക്കാർ തോക്കുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അപ്പൊ വെടിവെച്ച് കൊല്ലുക അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പം ഈ പട്ടി 1.5 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തിട്ടാണ് എന്റെ മോളെ കടിച്ചിരിക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ. കറക്റ്റ് എനിക്ക് അത് പറയാനറിയില്ല. അപ്പൊ ഈ വീടിന് മുന്നിലല്ല ഈ സംഭവം നടന്നത്, അതുകൊണ്ട് തന്നെ അവരറിഞ്ഞില്ല. ഇല്ല, ഇതിനെ നോക്കാൻ വേണ്ടി ഒരു കെയർ ടേക്കർ ഉണ്ട്, അയാളുടെ പേര് വിജയൻ എന്നാണ്. അയാൾ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പട്ടി നല്ല സ്പീഡിൽ ഓടിപ്പോയി എന്നാണ് അവര് പറഞ്ഞത്. എന്നിരുന്നാൽ കൂടി ഇങ്ങനെ ഒരു പട്ടിയെ വളർത്തുമ്പോൾ അത്യാവശ്യം അതിന്റെ അതായത് ലോക്ക് പൊട്ടിച്ചു പോയി. എനിക്ക് അതിൽ അത്ര വിശ്വാസയോഗ്യമായിട്ട് സത്യം പറഞ്ഞാൽ തോന്നിയില്ല. പെട്ടെന്ന് ലോക്ക് പൊട്ടി, അതായത് കൂടിന്റെ ലോക്ക് പൊട്ടി, അതിന്റെ ചെയിൻ പൊട്ടി, അതുപോലെ ഗേറ്റിന്റെ ലോക്കും ഒരുമിച്ച് ഒരേ സമയം എങ്ങനെ പൊട്ടിയെന്ന് ആർക്കും മനസ്സിലാവും. അശ്രദ്ധ തന്നെ ആകാമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് അല്ലേ? അശ്രദ്ധ തന്നെ ആകാമെന്നല്ല, അശ്രദ്ധ തന്നെയാണ്. കാര്യം അല്ല, ഗേറ്റ് അതെങ്ങനെ തുറന്നു പോകും? ഗേറ്റ് ഊട്ടിയിൽ നിന്ന് തുറന്നു പോയാലും അവർക്ക് ഫെൻസിങ് ഉണ്ടെന്ന് അവർ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഗേറ്റ് എങ്ങനെ തുറന്നു? അപ്പൊ അവർ പറയുന്നത് ഗേറ്റിന്റെ പൂട്ട് പൊട്ടിക്കിടക്കായിരുന്നു, കൂടിന്റെ പൂട്ട് പൊട്ടിക്കിടക്കായിരുന്നു. അപ്പം എനിക്ക് നോർമലി മനസ്സിൽ തോന്നിയത് ഇത് അവർ രക്ഷപ്പെടാൻ വേണ്ടി ഇതെല്ലാം പൊട്ടിച്ചു വെച്ചിട്ട് പറയുന്നതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. ഈ ആശുപത്രിയിലും ഇവർ വന്നിട്ടില്ലായിരുന്നു അല്ലേ? ഇല്ല, ഈ ഓണേഴ്സ് വന്നില്ല. അതിന് പകരം ഇതിന്റെ ഒരു കെയർ ടേക്കർ ഉദയൻ എന്ന് പറഞ്ഞ ഒരാളിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ ഇടയ്ക്ക് വിളിച്ച് എന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, എനിക്ക് ജോലി തിരക്കാണ്, എന്റെ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് തിരിച്ചു ചോദിച്ചപ്പോൾ, നിങ്ങളുടെ മകൾക്കാണെങ്കിൽ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ? എനിക്ക് ജോലിയാണ് കാര്യം പ്രധാനം എന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ചികിത്സാ സഹായം ചെയ്യാമെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാമെന്നാണ്. അതെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്റെ മോൾക്ക് ഒരു അംബീഷ്യസ് സ്റ്റുഡന്റ് ആണ്. അപ്പം അവൾക്ക് കുറച്ച് അംബിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അവൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതെന്തായാലും ഇനി നടക്കില്ല എന്ന് മോൾക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു ഡിപ്രഷനും ഒരു ട്രോമയോ മോൾക്കുണ്ട്. മോളുടെ കണ്ണിൽ നിന്ന് ഇതുവരെയ്ക്കും ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായിട്ട് തോന്നുന്നത്. എക്സാം നാളെ ഉണ്ടോ? മോൾക്ക് പരീക്ഷയാണോ നാളെ തുടങ്ങുകയാണോ? മോളെ ബോർഡ് എക്സാം, CBSE ബോർഡ് എക്സാം, പ്രാക്ടിക്കൽ എക്സാം നാളെ ഉണ്ടായിരുന്നു സൈക്കോളജിയുടെ. അപ്പം അത് സ്കൂളുകാർ തന്നെ മോൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്തത്. പക്ഷെ 13-ാം തീയതി വരുന്ന 13-ാം തീയതി മോൾക്ക് കെമിസ്ട്രിയുടെ എക്സാം ഉണ്ട്. അപ്പൊ അതിനെന്തായാലും ഞാൻ കൊണ്ടുപോയേ പറ്റുള്ളൂ മോളെ. ഇതിപ്പോ എന്തായിരുന്നു നമ്മൾ ചെന്നപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തന്ന എന്തൊക്കെയാണ്? ഇപ്പൊ മരുന്ന് ചെയ്യുന്നുണ്ട്, മറ്റു എന്തൊക്കെ അസ്വസ്ഥതകളും മോക്കുള്ളത്? അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അവള് കംപ്ലീറ്റ്ലി സൈലന്റ് ആണ് കുട്ടി. അവള് ബോൾഡ് കുട്ടിയാണ്. ടു ബി ഫ്രാങ്ക്, അവള് നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് കരയാറില്ല, പൊതുവെ കരയാത്ത ഒരു കുട്ടിയാണ്. ആ ഒരു ബോൾഡ്നെസ് ഉള്ളത് കൊണ്ടായിരിക്കും ഇപ്പോഴും കരയാതിരിക്കുന്നത് വിശ്വസിക്കുന്നു. കണ്ടവരെല്ലാരും പറയുന്നു ഈ കുട്ടി എന്താണ്, എല്ലാരും ആര് വന്ന് കാണാൻ വന്നാലും സ്കൂളിൽ നിന്നൊക്കെ എല്ലാരും വന്നു. പ്രിൻസിപ്പല്, വൈസ് പ്രിൻസിപ്പല്, ടീച്ചേഴ്സ്, കൂട്ടുകാർ എല്ലാരും ഇന്നലെ ആശുപത്രിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാരും വന്നു. കാര്യം ആ വീഡിയോ കണ്ടു കാണുമായിരിക്കും, ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കടിച്ചു കീറി കളഞ്ഞു എന്റെ മോളെ. എന്നിട്ട് ഒരു പാറ്റയെ പോലും പേടിയുള്ളതാണ് എന്റെ മോക്ക്. അപ്പം അവിടുന്നാണ് ഈ കുട്ടി ഇന്ന് പട്ടിയുടെ വായില് കൈയിട്ട് അതിനെ ഊരിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴെന്റെ മോള് കണ്ടു അവളുടെ ശരീരത്തിലെ ഇറച്ചി മോളുടെ ശരീരത്തിൽ നിൽക്കുന്നത് കണ്ടു. കേസിന്റെ കാര്യം വിളിച്ച് ചോദിച്ചിരുന്നോ മനോജ്? സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിരുന്നോ? എന്താണ് മാഡം, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, ഞാൻ നേരിട്ട് പോയിരുന്നു. അല്ല, അതിനുശേഷം കേസ് എടുത്തോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അല്ലെ? FIR ഇട്ടോ?
ഇല്ല മാഡം, എനിക്കൊരു റെസീറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഞാനിപ്പോ ആക്ച്വലി അവിടെ പോയിട്ട് തിരിച്ചു വന്നേ. കാര്യം രാവിലെ വരെ ഞാൻ അവളുടെ കൂടെ ആയിരുന്നു. കാര്യം അവളുടെ കാലിൽ ഇപ്പോഴും ബ്ലീഡിങ് വരുന്നുണ്ട്. ഈ നമ്മൾ ഈ ടു ബി ഫ്രാങ്ക്, നോർമലി ആൾക്കാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് ചിക്കനോ ബീഫോ എല്ലാം മേടിച്ച് ഇറച്ചി വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഇറച്ചിയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡ് ആവില്ലേ, അതുപോലെ തന്നെയാണ് എന്റെ മോളുടെ കാലിൽ നിന്ന് ബ്ലഡ് വന്നോണ്ടിരുന്നത് 4 മണി വരെ. ഞങ്ങൾ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൾ ഇതുവരെ കിടന്നിട്ടില്ല. അവള് മിനിഞ്ഞാന്ന് രാത്രി കിടന്നാണ്. പിന്നെ അവൾക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. കാര്യം കിടക്കുമ്പോ കാല് നിവർന്നു പോകും. കാല് നിവർന്നു പോയി കഴിഞ്ഞാല് പിന്നെ അവൾക്ക് അത് വീണ്ടും മനസ്സിലായി. ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അത് സ്റ്റിച്ച് ഇടുവാണോ ചെയ്തത്? എന്താണത്? അത്രയും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് അതിന്റെ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ തുറന്നു തന്നെ വെക്കണം. ഇപ്പൊ പരീക്ഷയ്ക്ക് പോകുമ്പോ മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രസ് ചെയ്യുക, അതല്ലാതെ ബാക്കി ഫുൾ ടൈം ഇത് അടച്ചു വെക്കണമെന്നാണ്. അല്ല, തുറന്നു വെക്കണം. തുറന്നു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് ജാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്ത് വെച്ച് ക്ലോസ് ചെയ്യുന്നതിന് തുല്യമായി പോകും. അത്രയും വേദന സഹിക്കുന്നുണ്ടാവും മോള്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര മാനസികമായിട്ടും ബുദ്ധിമുട്ടായി കുട്ടിക്ക് അല്ലേ? അവളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ്. കാര്യം അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവൾക്ക് കുറച്ച് എയിമുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് അവൾക്ക് ഒരു എയിമുണ്ട്. ആ എയിമിൽ എത്തിപ്പെടാൻ ഇനി സാധിക്കില്ല എന്നൊരു കൺക്ലൂഷനിലാണ് അവൾ എത്തുന്നത്. കാര്യം അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അപ്പം അത് ഇപ്പൊ ഈ മുറിവും ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സെലക്ഷൻ കിട്ടില്ല. അപ്പം ആ വർഷങ്ങളായിട്ട് നടത്തി കൊണ്ടുവന്നിരുന്ന ഒരു അംബിഷൻ അത് അവൾക്ക് തകർന്നു പോകുന്നതിന്റെ നമുക്ക് എന്തായാലും മനോജ് ഞങ്ങളും ഒപ്പമുണ്ട്. നമുക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുക. എന്തായാലും മനോജ് പറഞ്ഞത് ഞങ്ങൾക്ക് വ്യക്തമാണ്. അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് അതിൻ്റെ ആ കടി പിടിക്കാനുള്ളൊരു മനോബലം അപ്പോൾ ഉണ്ടായത്. വേറെ മറ്റു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ തല കറങ്ങി പോവുകയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ മോള് ബോൾഡായിട്ട് നിന്നു. ആ ബോൾഡ്നെസ് നമുക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും ഒപ്പം നിൽക്കുക. ഞങ്ങളുമുണ്ട്. ആ കേസ് ബലമായിട്ട് തന്നെ പോട്ടെ. കാരണം ഇനി ഒരാൾക്ക് ഇത് ആവർത്തിക്കരുത്, ഇത് ഉണ്ടാകരുത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഇത് സംഭവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ സ്കൂൾ വിടുന്ന സമയമാണ്. സ്കൂൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ കൊച്ചു കുട്ടികൾ, അതായത് 2ലും 3ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അതുവഴി നടന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളെ കടിച്ചു കീറി പല കഷ്ണങ്ങളാക്കി കൊണ്ടുപോകുന്നത് നമ്മൾ കാണേണ്ടി വന്നാല്. അതെ മനോജ്, മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം ഗുരുതരമായ പിഴവാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മോളുടെ ഒപ്പം നിൽക്കുക, ഞങ്ങളും ഉണ്ട് കൂടെ. മനോജ്, താങ്ക് യു സോ മച്ച് ഈ സമയത്ത് പ്രതികരിച്ചതിന്. തിരുവനന്തപുരത്തെ മൺവിളയിലാണ് ഈ സംഭവം. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ നായകളെ ഇങ്ങനെ വളർത്തുന്നത്, പ്രത്യേകിച്ച് നായപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകൾ അവരുടെ മക്കളെ പോലെ ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ മക്കൾക്കും വിലയുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത്. അത്രയധികം ആ കുട്ടി വേദന അനുഭവിക്കുന്നുണ്ട്. അത് മാനസികമായും ശാരീരികമായും എന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.